സ്വർണ്ണവിലക്കിലിങ്ങണക്കിലിങ്ങണല്ലോ. KSFE ഗോൾഡ് ലോൺ ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് KSFE ഗോൾഡ് ലോൺ. ഞാൻ വെറുതെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ പറയും, സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്തു, സ്വാസികയ്ക്ക് മികച്ച നടി, എല്ലാവരും ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ മികച്ച നടി. അപ്പൊ ഞാനിങ്ങനെ താങ്ക് യു സോ മച്ച് സിജു, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ സ്പീച്ചൊക്കെ ചെയ്യുന്നു. അതൊക്കെ അപ്പൊ എന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. കമൽ സാറിനെ പോലുള്ള ഒരു ഡയറക്ടറിന്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും സാറാണ് പറഞ്ഞു തരും കറക്റ്റായിട്ട്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഒത്തിരി സ്ത്രീകൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ, വിവേകാനന്ദന്റെ ഭാര്യ കടന്നു പോകുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പണ്ട് കുറച്ച് കൂടുതലായിരുന്നു, ഇപ്പം പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ഉള്ളേരിയകളിലൊക്കെ. ഇപ്പൊ ഞാനൊരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് എന്റെ ഉള്ളേരിയയിലുള്ള ചേച്ചിമാരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ആ ഭാഗത്തൊക്കെ ഇപ്പോഴും ഉണ്ടാവും. ദ ക്യൂ ഷോ ടൈമിൽ സ്വാസിക, വെൽക്കം. താങ്ക് യു. ഈ കമൽ സാറിൻ്റെ സിനിമകളിലെ നായിക കഥാപാത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ വന്ന് പെർഫോം ചെയ്ത് പോകുന്നതിനപ്പുറം അവർക്കൊരു ടേക്ക് അവേ ഉണ്ടല്ലോ പെർഫോം ചെയ്യുന്നുള്ളത്. ഇപ്പം അതിൽ ഈ കാക്കോത്തി കാവൽ അപ്പൂപ്പന്താടിയിൽ കാക്കോത്തി മുതൽ ഗദ്ദാമയാവട്ടെ പെരുമഴക്കാലാവട്ടെ, ഇവർക്ക് എല്ലാവരും കൊണ്ടുപോകാൻ ഞാൻ പെർഫോം ചെയ്ത മൊമെന്റ്സ് കൊണ്ടുപോകാറുണ്ട് എപ്പോഴും. ഈ വിവേകാനന്ദനിൽ വരുമ്പോൾ സ്വാസിക ചെയ്യുന്ന കഥാപാത്രത്തിന് ഇങ്ങനെ ഒരു ടേക്ക് അവേ ഉണ്ടോ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ? ഇപ്പം ഈ പറഞ്ഞ റെഫറൻസ് ക്യാരക്ടേഴ്സിന്റെ അത്രയും എന്തായാലും ഇല്ല. കാരണം അത് കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയും കൂടിയായിരുന്നു. അത്രയും ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു സിനിമയല്ല ഇത്. ഇതിലിപ്പോൾ എൻ്റെ ക്യാരക്ടർ സിത്താര എന്ന് പറയുന്നത് ഒരു ഷൈൻ ചെയ്യുന്ന ക്യാരക്ടർ, വിവേകാനന്ദൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആ ഭാര്യയുടെ ഒരു കുറച്ച് ഇമോഷൻസിൻ്റെ ഒരു ലെയേഴ്സ് ഉണ്ട്. പാവമാണോ എന്ന് ചോദിച്ചാൽ പാവമാണ്, പക്ഷെ അത്ര ഒരു മണ്ടത്തി, ഒന്നും അറിയില്ലാത്ത അല്ലെങ്കിൽ ഒന്നിനും റിയാക്ട് ചെയ്യാത്ത അങ്ങനെ ഒരു ആളല്ല. അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, ഇപ്പോഴത്തെ ജനറേഷനിലുള്ളൊരു സ്ത്രീയാണ്, കാര്യങ്ങളിലൊക്കെ അവയർനെസ് ഉള്ള ഒരാളും കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ചില സന്ദർഭങ്ങൾ നല്ല സീനുകൾ ഉണ്ടായിട്ടുണ്ട്. ഭർത്താവിനോടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു ഭാര്യ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു മൊമെന്റ് വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നല്ല സീൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ റെഫറൻസ് എന്ന് പറഞ്ഞാൽ അത് ഗംഭീര ക്യാരക്ടറൈസേഷൻ ആണ്. അത്രയ്ക്കുള്ളത് ഈ സിനിമയിൽ എന്റെ ക്യാരക്ടറിനില്ല. ഈ സ്വാസികയുടെ കരിയർ നോക്കിയാൽ തന്നെ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ളത് വാസന്തി ചെയ്യുന്നു. വാസന്തി കഴിഞ്ഞ് പിന്നെ വരുന്നത് ഈ ആറാട്ട്, CBI 5, അതായത് ഈ പറഞ്ഞ ഭയങ്കര പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളല്ല. ഈ രണ്ടിലോട്ട് വരുമ്പോൾ വീണ്ടും ചതുരം വരുന്നു. ഈ ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുന്നത് ഇതിൽ ഒരു പോയിന്റിൽ ചിലര് ഒരു ടൈപ്പ് ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ റിപ്പീറ്റഡ്ലി അതേ ഫ്ലേവറിൽ വീണ്ടും ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാറുണ്ട്. ഈ സ്വിച്ചിങ് എങ്ങനെ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്നത്? ബേസിക്കലി ഞാൻ ഈ വാസന്തിയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് അധികം അങ്ങനെ സിനിമകൾ ചെയ്യുന്ന ഒരു തിരക്ക് പിടിച്ച് അങ്ങനെ ഒന്നും ആയിരുന്നില്ല. അപ്പൊ നല്ലൊരു സ്ക്രിപ്റ്റ് നമുക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമ്മളെ തേടി വരുമ്പോൾ അത് യെസ് പറഞ്ഞ് അതിന് 100% കമ്മിറ്റ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യാന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോസസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഇപ്പൊ ആറാട്ടാണെങ്കിലും CBI ആണെങ്കിലും ഒക്കെ ഞാൻ എല്ലാം അങ്ങനെ എൻ്റെ ക്യാരക്ടർ മാത്രം അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം എനിക്ക് അങ്ങനെ നോക്കാറില്ല. ചിലപ്പം CBI എനിക്ക് തോന്നുന്ന ഒരു ഹിസ്റ്റോറിക്കൽ സിനിമയും കൂടിയാണ്. ഇത്രയും പാർട്സ് വന്നു ആൾക്കാർ. അതെ, അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗം എപ്പോഴെങ്കിലും നമ്മുടെ ഹിസ്റ്ററിയിൽ ഒരു ഇത് നോക്കുമ്പോൾ ഓക്കെ CBIയിൽ അഭിനയിച്ചു എന്നും പറയാൻ അതും ഒരു നല്ലൊരു കാര്യമാണല്ലോ കരിയറിൽ തിരിഞ്ഞു നോക്കുമ്പോൾ. അപ്പൊ അങ്ങനെയാണ് മമ്മൂക്ക, CBI, മധു സർ, അതൊക്കെ ഒരു ഫാക്ട് ആയിരുന്നു. ഈവൻ എഗെയിൻ ആറാട്ട് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മഹാനടൻ, അദ്ദേഹത്തിന്റെ കൂടെ എഗെയിൻ ഒരു വർക്ക് സ്പേസ് എട്ടിമാണിക്ക് ശേഷം വീണ്ടും കിട്ടുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോന്നും ചൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് എപ്പോഴും എനിക്ക് പെർഫോം ചെയ്യാൻ മാത്രമുള്ള സംഭവങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ചൂസ് ചെയ്യായിട്ടില്ല. കാരണം എനിക്ക് എന്തോ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയില്ല. എനിക്കിങ്ങനെ ഭയങ്കര ഗ്യാപ്പ് വരുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമാണ്. അപ്പോൾ മറ്റേതാകുമ്പോൾ നമുക്ക് എല്ലാ സിനിമയും എക്സ്പീരിയൻസ് ചെയ്യാം, എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാം, എല്ലാവരും കൂടെ വർക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ തന്നെയാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഗ്യാപ്പില്ലാതെ അഭിനയിച്ചുകൊണ്ടിരിക്കണം, എല്ലാവരെയും കാണണം, ലൊക്കേഷൻ, ക്യാമറ, അതൊക്കെയാണ് എൻ്റെ ഒരു മെയിൻ പ്രയോറിറ്റി. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിലപ്പം എല്ലാ ക്യാരക്ടേഴ്സും അങ്ങ് ചെയ്യും. ഇപ്പം ഇതുപോലെ തന്നെ ഇപ്പം വിവേകാനന്ദൻ കഴിഞ്ഞിട്ട് ഇതിലൊരു എന്താ പറയുക ഹീറോയിൻ സംഭവം തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജിത്തു സാറിൻ്റെ മൂവി ചെയ്തു, നുണക്കുഴി എന്ന് പറയുന്ന മൂവി ചെയ്തു. അത് ഒരു 2 സീനിൽ വന്ന് പോകുന്നതാണ്. പക്ഷേ ഞാൻ നോക്കുമ്പം ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ടതാണ് എന്ന് എനിക്കൊരു ആഗ്രഹം.
അപ്പൊ അങ്ങനെ ചെയ്തു. അങ്ങനെയാണ് എല്ലാം മിക്കപ്പോഴും പോവുക. ഭയങ്കരമായിട്ടുള്ള സ്വിച്ചിങ് തീരുമാനിച്ചിട്ടൊന്നും ചെയ്യാറില്ല. ഈ വാസന്തിയുടെ കാര്യത്തില് ഈ വാസന്തിയുടെ ഈ ഇറങ്ങിപ്പോകലുണ്ടല്ലോ ഓരോ ആക്ടിൽ നിന്നും, ഇപ്പൊ അമ്മയുടെ അടുത്ത് പോകുന്നത്, രാമന്റെ അടുത്ത് പോകുന്നത്, ചന്തു, സുഖു, ഈ ഇറങ്ങിപ്പോക്കൽ പോകുന്നതിലെല്ലാം ഇവരുള്ള ചിലപ്പോൾ കുറെ സംഘർഷങ്ങൾ ഉണ്ടാവുമായിരിക്കാം. ഇവർ ടൈം എടുക്കുന്ന തീരുമാനമായിരിക്കാം. നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ സ്വിച്ച് ചെയ്ത് ഈ പറഞ്ഞ സ്വിച്ചിങ്ങുള്ള പെട്ടപ്പെട്ടേന്ന് പറഞ്ഞ് ഇവർ ഇറങ്ങിപ്പോവാണ്. ഈ വാസന്തി എങ്ങനെയാ വരുന്നത്, അല്ലെങ്കിൽ വാസന്തിനെ എങ്ങനെ പഠിക്കുന്നത്? വാസന്തിനെ ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്ക്രിപ്റ്റ് തന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു രൂപം ഉണ്ടായിരുന്നു. ആ വാസന്തി ഇങ്ങനെ ഒരു കുട്ടി, ആ കുട്ടി ഇങ്ങനെ പല പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ട് അവസാനം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആകുന്നു എന്നുള്ളത്. പക്ഷേ വാസന്തിയുടെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒന്ന് സംസാരിക്കുമ്പോഴാണ് അവർ ഓരോ കാര്യങ്ങളും, ഇപ്പം ഞാൻ വെറുതെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, വാസന്തി എങ്ങനെയായിരിക്കും ഈ ബിരിയാണി കഴിക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിൽ വാസന്തി എങ്ങനെയായിരിക്കും ഈ ചുരിദാർ ഇട്ട് നടക്കുക. ഞാനും ചുരിദാറാണ് ഇടുന്നത്, സ്വാസിക എന്തായാലും ചുരിദാറാണ് ഇടുന്നത്. പക്ഷെ വാസന്തി ഇടുമ്പോൾ എങ്ങനെയായിരിക്കും, കാരണം ആ കുട്ടിക്ക് ചുരിദാറുകൾ അധികം ഇല്ല, ഒറ്റൊരു ചുരിദാർ കൊണ്ട് കുറേ നാൾ നടന്ന ആളാണ്. ഇപ്പം ഭർത്താവിൻ്റെ പൊസിഷനിൽ ഒരാൾ കുറേ ഡ്രസ്സ് മേടിച്ചു തരുന്നു, അപ്പോൾ അത് ക്യാരി ചെയ്യുന്നതിൽ ആ കുട്ടിക്ക് ഒരു ഇമോഷൻ ഉണ്ടാവും. അപ്പൊ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഉണ്ടാവാം, ചിലപ്പോ ഒരേ ചുരിദാർ ഇട്ടുകൊണ്ട് നടന്ന ആൾക്ക് പല പല ചുരിദാറുകൾ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവാം. അപ്പം അങ്ങനെ അവരാണ് എനിക്ക് വാസന്തിയിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സത്യത്തിൽ ഇൻജെക്ട് ചെയ്തു വന്നു എന്ന് പറയാം. ആലോചിക്കാനുള്ള ഒരു സ്പേസ്, വാസന്തി എങ്ങനെയായിരിക്കും കഴിക്കുക, നടക്കുക, ഇരിക്കുക. അപ്പോൾ കുറേ കഴിഞ്ഞപ്പം ആ ക്യാരക്ടറായിട്ട് എനിക്ക് നല്ല രീതിയിൽ ഒരു ഭയങ്കര ഒരു ബോണ്ടിങ് വന്നു. ഞാൻ തന്നെ അറിയാണ്ട് വാസന്തിയായിട്ട് ആ വലിയ ബംഗ്ലാവിലേക്ക് ചെല്ലുമല്ലോ. അപ്പോൾ വലിയ ബംഗ്ലാവിൽ ചെന്നപ്പോൾ ഷൂട്ടൊന്നും ഇല്ല, നമ്മൾ ലൊക്കേഷനിൽ ചെന്നതാണ്. പക്ഷെ ഞാനിങ്ങനെ ജസ്റ്റ് വാസന്തി ഇത്രയും വലിയൊരു വീട്ടിലെത്തുമ്പോൾ ഈ കാണുന്ന പിക്ചേഴ്സും ഈ വലിയ തൂണും അല്ലെങ്കിൽ വലിയ കസേരയൊക്കെ കാണുമ്പോൾ ആ കുട്ടി എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ആർട്ടിസ്റ്റിൻ്റെ ചില കാര്യങ്ങൾ, ആ ഇന്നർ തോട്ട്, നമ്മളെപ്പോഴും പറയും ഫസ്റ്റ് തോട്ട് ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യരുത്, അതിൻ്റെ സെക്കൻഡ് തോട്ട്, തേർഡ് തോട്ട്, ഏറ്റവും ലാസ്റ്റ് എന്താണോ വരുന്നത് അതാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ലെയറൊക്കെ കുറച്ചെങ്കിലും എനിക്ക് പഠിക്കാൻ പറ്റിയത് ഷിനോസിക്കയും സജാസിക്കയും അത്രയും ഇങ്ങനെ കുത്തിയിരുന്ന് ഇൻജെക്ട് ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ ഒരു ഗുണം ആണ് ആ സിനിമയിൽ എൻ്റെ പെർഫോമൻസ് നല്ലതാണെന്ന് കുറച്ച് പേരെങ്കിലും പറഞ്ഞതും ഈ അവാർഡൊക്കെ കിട്ടിയതും. മേ ബി അങ്ങനെ ഒരു ഡയറക്ടേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മേ ബി ഒരുപാട് സ്വാസികയെ പോലുള്ള ഒത്തിരി മാനറിസംസ് അതിനകത്ത് വന്നേനെ. അതെ, കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ബിരിയാണി കഴിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ബിരിയാണി കഴിക്കുമ്പോൾ വിരൽ ഫുള്ള് വായിലിട്ടിട്ട് കഴിക്കില്ല, നമ്മൾ ഭയങ്കര ഇങ്ങനെയാണ് കഴിക്കാറ്. അതെ, അപ്പൊ ഞാൻ അതിനകത്ത് വാസന്തി ഇങ്ങനെ ഫുൾ വിരൽ വായിലിട്ടിട്ട് നക്കൽ, വിരലൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ നക്കാറില്ല. മേ ബി അതാരും പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് കുറവുകൊണ്ട് ഞാൻ അത് ഓർക്കുകയില്ല, ഞാൻ നോർമലി കഴിച്ചിട്ട് പോയേനെ. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നത് അവരാണ്. അത് ആണ് ആ സിനിമയുടെ ഒരു ചെറിയൊരു ബ്യൂട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വാസന്തി ആണെങ്കിലും വാസന്തി ഒരിക്കലും ഒരു കമേഴ്ഷ്യൽ സ്പേസിൽ നിൽക്കുന്ന സിനിമയല്ല. ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ഇത് ആളുകളോട് എത്രമാത്രം എത്തുന്നോ ഇത്രയും ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവുമല്ലോ. ഇല്ല, അത് ഓൾറെഡി എന്നോട് അവർ പറഞ്ഞിരുന്നു, ഇത് തിയേറ്ററിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഞങ്ങളൊരു ഇൻഡിപെൻഡന്റ് മൂവി ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആണ്, ഞങ്ങൾ ഈ സിനിമ ചെയ്തിട്ട് ഫെസ്റ്റിവൽസിന് അയക്കും, അതൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ എൻ്റെ മനസ്സിലും തിയേറ്റർ റിലീസ് എന്തായാലും ആവില്ല, പിന്നെ ഇവർ ഒരുപാട് ഫെസ്റ്റിവൽസിന് അയക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ എന്തായാലും സ്റ്റേറ്റ് അവാർഡ്, എനിക്ക് അതുണ്ടായിരുന്നു കേട്ടോ, എന്തായാലും സ്റ്റേറ്റ് അവാർഡിന് അയക്കും, നാഷണൽ അവാർഡിന് ഇവർ അയക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചു ഒരു സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടിയാൽ നന്നതായിരിക്കും. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ സിനിമ വരുമ്പോഴൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു അടുത്തൊരു സ്റ്റെപ്പിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ വെറുതെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ പറയും, സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്തു, സ്വാസികയ്ക്ക് മികച്ച നടി, എല്ലാവരും ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ മികച്ച നടി. അപ്പം ഞാനിങ്ങനെ താങ്ക് യു സോ മച്ച് സിജു, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ സ്പീച്ചൊക്കെ ചെയ്യുന്നു. അതൊക്കെ അപ്പൊ എന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ഡബിങ്ങിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമായിരിക്കും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ. പക്ഷെ തിയേറ്ററിലില്ല, ആളുകളിലേക്ക് എത്തില്ല എന്നുള്ളതും എന്റെ മനസ്സിൽ ഫിക്സ്ഡ് ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമോ സങ്കടമൊന്നും ഇല്ലായിരുന്നു. അവാർഡ് കിട്ടുന്ന മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് ആഗ്രഹിച്ച സംഭവമായിരുന്നു. പക്ഷെ ടി വിയിൽ വന്നപ്പോ അതേപോലെ കുറെ നേരം കഴിഞ്ഞ ഫൈനൽ ലിസ്റ്റിൽ കുറെ പേരുകൾ ഉണ്ടായിരുന്നല്ലോ, അതിൽ കനിയുടെ പേരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ പേരുണ്ടായിരുന്നില്ല. മഞ്ജു ചേച്ചി, കനി കുസൃതി, ആശ, ശരത്ത്, അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ
അങ്ങനെ കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ വെറുതെ TV കണ്ടുകൊണ്ടിരിക്കുന്നപ്പോൾ മികച്ച സിനിമ വാസന്തി എന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം. അറ്റ്ലീസ്റ്റ് നമ്മളുടെ സിനിമയ്ക്ക് അത് കിട്ടിയല്ലോ. പിന്നെ ഇങ്ങനെ ഓരോ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ പേരിങ്ങനെ വന്നപ്പോഴാണ് അതൊരു എന്താ പറയുക, ഒരു പ്രത്യേക മൊമെന്റ് ആണ്. പ്രതീക്ഷിച്ചില്ല, ആഗ്രഹിച്ചെങ്കിലും ആ മൊമെന്റിൽ അത് വരും എന്ന് പ്രതീക്ഷിച്ചില്ല. ആൻഡ് ഡയറക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇല്ലടാ, ഫൈനലിലൊന്നും നമ്മുടെ ഇല്ല എന്നാണ് തോന്നുന്നത്, ഇതുവരെ അങ്ങനെ ഒന്നും ഇത് കേട്ടിട്ടില്ല, ഞങ്ങളെ ഒന്നും ഇതുവരെ ആരും വിളിച്ചിട്ടില്ല, അപ്പം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ വിട്ടിരിക്കുകയായിരുന്നു. അതൊരു വലിയ ഒരു അപ്പോഴും ഞാൻ ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ട് കഴിക്കാനായിട്ട് പോകുമ്പോഴാണ് ഈ ന്യൂസ് വരുന്നത്. ആ ബിരിയാണി കണ്ട് കഴിക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ പറയാം ഹാപ്പിനെസ് കയറിയിട്ട് നമ്മള് ഫുഡ് കഴിക്കലൊക്കെ മറന്നിട്ട് പിന്നെ അത് അങ്ങനെ തന്നെ കഴിക്കാതെ അന്നത്തെ ദിവസം ഫുൾ ഇതിന്റെ ഒരു സന്തോഷത്തിലായിരുന്നു. വിവേകാനന്ദയിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിനു മുന്നേ മലയാളത്തിൽ നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ ഭാര്യ ഭർത്താവ് കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ലീഡ് ചെയ്യുന്ന ഭാര്യമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വിവേകാനന്ദൻ വൈറലാണിൽ വരുമ്പോൾ ഇതിൽ സ്വാസിക എന്ന പെർഫോമറിന് ഈ ഒരു കഥാപാത്രം വൈഫാണ്, പറഞ്ഞ പ്രധാന കഥാപാത്രമാണ്. എങ്ങനെയായിരിക്കും ഇതിൽ ഹുക്ക് ചെയ്യുന്ന ഒരു പോയിന്റ്? എനിക്ക് കഥ കേട്ടപ്പോൾ തോന്നിയത് ഒത്തിരി സ്ത്രീകൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ, വിവേകാനന്ദന്റെ ഭാര്യ കടന്നു പോകുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പണ്ട് കുറച്ച് കൂടുതലായിരുന്നു, ഇപ്പം പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ഉള്ളേരിയകളിലൊക്കെ. ഇപ്പൊ ഞാനൊരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് എന്റെ ഉള്ളേരിയയിലുള്ള ചേച്ചിമാരുടെയൊക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ആ ഭാഗത്തൊക്കെ ഇപ്പോഴും ഉണ്ടാവും. ചില കാര്യങ്ങൾ നമ്മൾ പറയുമല്ലോ, നമ്മൾ പറയാൻ ആരോട് പറയും, ഒരു നല്ല ആരോട് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ കിട്ടും എന്ന് ചിന്തിക്കുന്ന, അപ്പോൾ ശരി വേണ്ട, അല്ലെങ്കിൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ, ഒരാളെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒത്തിരി ഇഷ്യൂ ഉണ്ട്. പക്ഷെ വലിയൊരു ഇഷ്യൂ ആണോന്ന് പുറത്തുനിന്ന് കാണുമ്പം അല്ല. പല ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിൽ അങ്ങനത്തെ കുറെ പോയിന്റ് ഉണ്ട്. വലിയ ഇഷ്യൂ ഉണ്ടോ? ഇല്ല. നല്ല സ്നേഹമുണ്ട്, സമാധാനമുണ്ട്, പൈസയുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, ഏൺ ചെയ്യുന്നു, എല്ലാം ഉണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാ ഹാപ്പിനെസ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പോയിന്റിൽ നമുക്കൊരു ഒരു 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 സങ്കടം അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ. പക്ഷെ അത് എവിടെ പറയും, എവിടെ ഓപ്പൺ അപ്പ് ആവും, അങ്ങനെ പോകുന്ന ഒത്തിരി ഭാര്യമാരുണ്ട് അല്ലെങ്കിൽ പെൺകുട്ടികളുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് സിത്താര എന്ന് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി മേ ബി സിത്താര ഒരു നാട്ടിൻപുറത്തെ ക്യാരക്ടർ ആയതുകൊണ്ട് ആ നാട്ടിൻപുറത്തെ പെൺകുട്ടികളുടെ രീതിയിൽ അതിനെ റിയാക്ട് ചെയ്യാനും, ചിലപ്പോൾ ഭയങ്കര ഓവറായിട്ട് റിയാക്ട് ചെയ്യും, ചിലപ്പോൾ ഭയങ്കര സട്ടിലായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു പെർഫോമൻസിന് സ്പേസ് ഉണ്ട്. ചില സീൻസൊക്കെ അങ്ങനെ തോന്നി എനിക്ക്. അതായത് ഒരു നിഷ്കളങ്കമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടി വരുന്നു, സ്നേഹം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ദേഷ്യം കാണിക്കേണ്ടി വരുന്നു, എല്ലാ വികാരങ്ങളും നമ്മൾ സപ്രസ് ചെയ്തിട്ട് അങ്ങനെ. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അതെനിക്കൊരു പുതിയ അനുഭവമായിട്ട് തോന്നി. ഞാൻ ഒത്തിരി പേരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അത് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ നാടൻ കഥാപാത്രങ്ങൾ ചെയ്യാൻ എനിക്കും താല്പര്യമാണ്. ഒരു നാടൻ വൈഫിന്റെ എന്ന് പറയുമ്പോൾ എനിക്ക് പരിചയമുള്ള കുറെ ആൾക്കാരുടെ മുഖങ്ങളും അതൊക്കെ ഓർമ്മയിലൊക്കെ വന്നു. അങ്ങനെയാണ് ഞാൻ സിത്താര എന്ന് പറയുന്നത് ചെയ്യാം, അത്യാവശ്യം നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നലുണ്ടായത്. ഈ +2 കഴിഞ്ഞിട്ടാണ് സിനിമയിലോട്ട് വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ചെറുപ്പം മുതലേ ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടിരുന്നു. ഈ അഭിനയമോ എപ്പോഴാണ് കയറിയത്? എനിക്ക് തോന്നുന്നു ഒരു 8th ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിന് പോകും. അപ്പൊ ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് നാടകം, ഡാൻസ് എല്ലാ ഐറ്റംസിനും പോവാറുണ്ട്, ഗ്രൂപ്പും സോളോ ഒക്കെ. നാടകത്തിന് ഒരു പ്രാവശ്യം പോയി. അപ്പൊ നാടകത്തിൽ ഇതുപോലെ ഒരു അമ്മായിയമ്മയുടെ വേഷമാണ് ഞാൻ ചെയ്തത്. ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു അമ്മായിയമ്മയായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പം ആദ്യം സബ് ജില്ല ഫസ്റ്റ് കിട്ടി, പിന്നെ റവന്യൂ, അങ്ങനെ സ്റ്റേറ്റിൽ നമ്മൾ മത്സരിച്ചു. അപ്പോൾ എല്ലാ സ്ഥലത്തും പോകുമ്പോഴും നാടകത്തിനും ഫസ്റ്റ് കിട്ടി, ബെസ്റ്റ് ആക്ട്രസ് അതിലുണ്ടാവുമല്ലോ, അങ്ങനെ കിട്ടി. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് സംസാരിച്ചു, നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, പൂജ എന്നാണ് എൻ്റെ സ്കൂളിലെ പേര്. അപ്പോൾ പൂജ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ പറയാ, സിനിമാ നടിയാവാനേ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞ് ആ 8th പഠിക്കുമ്പോൾ മുതൽ ഈ നാടകം സ്കൂളിൽ ചെയ്ത മുതലാണ് എനിക്കൊരു ആഗ്രഹം, എനിക്ക് സിനിമാ നടിയാവണം, അല്ലെങ്കിൽ എനിക്ക് മേ ബി അതിൽ ചിലപ്പം പഠിക്കുന്നതും അല്ലെങ്കിൽ വേറെ ജോലി ചെയ്യുന്നേക്കാളും ഒക്കെ എൻ്റെ ഇഷ്ടം ഇതിലാണ്, എനിക്ക് ഇതിലായിരിക്കും മുന്നോട്ട് പോകാൻ പറ്റുക എന്നൊരു പോയിന്റിൽ എത്തിയത് ആ ഒരു കാലഘട്ടം, ആ യൂത്ത് ഫെസ്റ്റിവലിൽ നിന്നാണ് ആ ഒരു പ്രചോദനം അല്ലെങ്കിൽ ആ ഒരു തോട്ട് വന്നത്. ഈ കഴിഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സിനിമകളിൽ ചതുരമുണ്ട്. ഈ ചതുരം
എനിക്ക് തോന്നുന്നു പോസ്റ്റ് റിലീസിൽ OTT വരുന്ന സമയത്താണ് കൂടുതൽ ആളുകളോട് എത്തുന്നത്, ഡിസ്കഷൻസ് ഓൺ ആവുന്നത്. നമുക്ക് നോക്കിയറിയാം ഈ ഒരു പോസ്റ്റ് കോവിഡ് സിനാരിയോയ്ക്ക് മുന്നെയാണ് ചതുരം ഇറങ്ങുന്നതെങ്കിൽ ഈ പറഞ്ഞ സെലൈന എന്ന ക്യാരക്ടറിന് ഭയങ്കരമായിട്ടുള്ള സ്ലട്ട് ഷെയ്മിങ് കാര്യങ്ങളെല്ലാം വരാം. എന്നാൽ ഈ ടൈമിൽ ഇറങ്ങുമ്പോഴും ഇതിന്റെ OTT റിലീസിന് ശേഷം ക്യാരക്ടർ ഭയങ്കരമായിട്ട് ആളുകൾ പ്രകീർത്തിക്കുന്നുണ്ട്, പെർഫോമൻസിനെ ലെയേഴ്സ് വേണ്ടി നോക്കുന്നുണ്ട്. ഈ സെലൈനയുടെ പ്രത്യേകത തോന്നിയിട്ടുള്ളത് ഒരുപാട് ലെയേഴ്സ് ഉണ്ടല്ലോ, ഈ ഭയങ്കരമായ കയറ്റങ്ങൾ ഇറക്കങ്ങള്, ഇവർക്ക് ഫ്രീഡം വേണം, അതിനൊരു ടൂളായി ഉപയോഗിക്കുന്ന ഒരു ഡോമിനേഷൻ ആണ്. സെലൈനയെ പറ്റി ഫസ്റ്റ് കേൾക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ എന്തായിരിക്കും? എൻ്റെ അടുത്ത് പറഞ്ഞ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പെണ്ണാണ്, പക്ഷെ ഉള്ളിൽ ഫെമിനിൻ ആ സൈഡുള്ള ഒരു പെണ്ണാണ്. സ്നേഹം ആഗ്രഹിക്കുന്ന, കെയർ ആഗ്രഹിക്കുന്ന, പാമ്പറിങ് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണാണ്. പക്ഷെ കിട്ടിയില്ലെങ്കിൽ പിടിച്ചു വാങ്ങുന്ന ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് സിദ്ധുവേട്ടൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അത് തന്നെ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. അപ്പം ഉള്ളിലുള്ള ഒരു സ്ത്രീത്വം ഉണ്ടെങ്കിലും പുറമെ ഒന്നും കാണിക്കാതെ ഭയങ്കര ഞാൻ അതാണ്, എനിക്ക് ആരുടെ ആവശ്യമില്ല, എനിക്ക് പൈസ, അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് സിദ്ധുവേട്ടൻ തന്നെയാണ് പറഞ്ഞത്. എപ്പോഴും സംസാരിക്കാൻ വരുന്ന ആൾക്കാർക്ക് മുഖം കൊടുക്കാതെ ഈ ഒരു ബോഡി ലാംഗ്വേജ്. അപ്പോൾ അതിൽ ആദ്യമൊക്കെ റോഷൻ എൻ്റെ അടുത്ത് വരുമ്പോഴും അല്ലെങ്കിൽ ബാക്കിയുള്ള ഓരോ ആൾക്കാർ വരുമ്പോഴും ഞാൻ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്ന ഐ കോണ്ടാക്ട് ഇല്ല. അപ്പം ഉള്ളിലത്തെ ഇതേപോലെ തന്നെ ഉള്ളിലത്തെ പല വികാരങ്ങളും സപ്രസ് ചെയ്തിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ ജീവിക്കുന്നു. പക്ഷെ കിട്ടാത്ത സാധനങ്ങൾ മേടിക്കുക, പിടിച്ചു വാങ്ങിക്കുക, അതിന് ഏതറ്റം വരെ പോവുക, അങ്ങനെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു സ്ത്രീയും കൂടിയാണ്. അപ്പം നോക്കുമ്പോൾ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടോ എവിടെയെങ്കിലും ചോദിച്ചാൽ ഒരു നന്മയും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഈക്വലി രണ്ട് രീതിയിലും ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരേ സിനിമയിൽ തന്നെ ഒരേ ക്യാരക്ടർ തന്നെ 2 ലെയർ കൊടുക്കുക, അതൊരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഒരു ചലഞ്ചിങ് സാധനം തന്നെയാണ്. അപ്പൊ അത് വന്നപ്പോൾ ഞാൻ രണ്ടും എന്താ പറയുക, എന്താണെങ്കിലും ഞാൻ ഇത് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് ഞാൻ യൂസ്ഡ് അല്ലാത്ത ഒത്തിരി കാര്യങ്ങളിലൂടെ എനിക്ക് പോകേണ്ടി വന്നെങ്കിലും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലെയേഴ്സ് ഉള്ള ഈ ക്യാരക്ടർ ഞാൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ കരിയറിൽ ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോൾ അത് വേറെ ആരും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്യും എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് പിന്നെയാണ് ആലോചിക്കുന്നത്, ആ സീൻ ഉണ്ടല്ലോ, ഈ സീൻ ഉണ്ടല്ലോ, അതിങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ. പക്ഷേ ബേസിക്കലി എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരേ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരുന്നു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ചേച്ചിയായിട്ടും അനീതിയായിട്ടും അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആളായിട്ടും ഒക്കെ. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും ഒരു ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടർ ഒരു ഡയറക്ടർ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ വിചാരിച്ചിട്ട് അത് നോ പറയുന്നത് ശരിക്കും മണ്ടത്തരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എസ് പറഞ്ഞത്. ആ ഡയറക്ടറിൽ തന്നെ ഞാൻ ഫുള്ളി വിശ്വസിച്ച് ആ ക്യാരക്ടർ ചെയ്തത്. ആൻഡ് നല്ല റിസൾട്ടാണ്, ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല റിസൾട്ടാണ് ആ സിനിമയിലൂടെ എനിക്ക് കിട്ടിയത്. സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ചേഞ്ച് ശ്രദ്ധിച്ചിരുന്നു? നേരത്തെ ആയിരുന്നെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി സ്ലട്ട് ഷെയ്മിങ് കാര്യങ്ങളൊക്കെ ഇവളെന്താ ഇങ്ങനെ, പക്ഷെ എന്നാ ഇത് ഇറങ്ങുന്ന സമയത്തേക്ക് ഈ സെലേന ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്, പല തിരിച്ചറിവുകളുണ്ടല്ലോ. അതെ, ആൻഡ് പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മളെ മാത്രം അങ്ങനെ യൂസ് ചെയ്ത് ഡംപ് ചെയ്ത് പോവാൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മളും കുറച്ചും കൂടി സ്മാർട്ടായിട്ട് കാര്യങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വരിക, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ പോവുക, അങ്ങനത്തെ ഒരു മൈൻഡ് ഒന്നും പറ്റില്ല എന്നുള്ള ഒത്തിരി ആറ്റിറ്റ്യൂഡുള്ള പെൺകുട്ടികളുണ്ട്. ആൻഡ് ആ സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടികൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ കുറച്ചും കൂടി പുറത്തേക്ക് വരാൻ തുടങ്ങിയതുകൊണ്ടാണ് ഈ ക്യാരക്ടറിനെ ആൾക്കാർ കുറച്ചും കൂടി ഓക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയും ഉണ്ട്, ഇതൊരു തെറ്റല്ല, ഇതൊരാളുടെ സ്വഭാവത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊരു സ്ത്രീയിലും പുരുഷനിലും ഷെയ്ഡുകൾ മാറി മാറി. അതെ, അപ്പുറത്ത് ഓപ്പോസിറ്റ് പുരുഷൻ ചെയ്യുന്നു, അതാണ് ഒരാവശ്യത്തിന് വേണ്ടി വന്നു, അത് കഴിഞ്ഞപ്പോൾ അയാൾ ഡൽഹിയിലേക്കും ഇസ്രായേലിലേക്കും പോകാനുള്ള ധൃതി കൂട്ടുന്നു. പക്ഷെ അത് കാര്യമില്ല, അങ്ങനെ പോകണ്ട, എൻ്റെ കൂടെ നിന്നിട്ട് പോയാൽ മതി എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഒത്തിരി പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയതും അവരതിനെ ഭയങ്കര ഒരു മോശം ക്യാരക്ടറായിട്ട് ചിത്രീകരിക്കാത്തതും അതുകൊണ്ടായിരിക്കും. പിന്നെ എൻറ്റയർ സിനിമ കാണുമ്പോൾ അറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തതും. ആൻഡ് എല്ലാ പെൺകുട്ടികളുടെ ഉള്ളിലും എത്രയൊക്കെ നമ്മൾ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യം അല്ലെങ്കിൽ എത്ര ഞാൻ സെൽഫ് മെയ്ഡ് ആണ്, ഞാൻ അതാണ് ഇതാണ് ബോൾഡ് ആണെന്ന് പറഞ്ഞാലും എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് തോന്നും ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പം ഭർത്താവായിട്ട് തന്നെ വേണം എന്നില്ല, നല്ലൊരു ഫ്രണ്ട് ആയിട്ടാണെങ്കിൽ പോലും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ചെറിയൊരു വിഷമം, ഹാപ്പിനെസ് അല്ലെങ്കിൽ എന്തും ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാൾ ഉണ്ടാവും നല്ലതാണല്ലോ. പക്ഷെ ചുറ്റുമുള്ള എല്ലാവരും നമ്മളെ പറ്റിക്കുകയാണ്, നമുക്ക് യൂസ് ചെയ്ത് പോകുന്ന പോലത്തെ എക്സ്പീരിയൻസ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വരുമ്പോഴാണ് ഈ നെഗറ്റിവിറ്റി പുറത്തേക്ക് വരുന്നത്. പിന്നെ ഈ സിനിമയിലും അങ്ങനെ തന്നെയാണ്. ആരും നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എല്ലാവരുടെയും ഉള്ളിൽ, നമ്മുടെ രണ്ടുപേരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്, എവിടെയെങ്കിലും അത് പുറത്തെടുക്കും എന്ന് മാത്രം. ആ മൊമെന്റ്സ് സിനിമയിൽ വരും. ഇതില് നോക്കിക്കഴിഞ്ഞാൽ രസമീസ് 2 സിനിമകൾ ഭയങ്കര പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ വരുന്നു. അതിൽ 2 സിനിമകളും സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന സ്വാസികയുടെ ക്യാരക്ടറിലാണെന്നുള്ളതുണ്ടല്ലോ, അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സാധാരണ ഈ ആക്ടേഴ്സിന്റെ അടുത്തൊക്കെ നമ്മൾ
ഫൈറ്റ് സീക്വൻസുകൾ പറ്റി ചോദിക്കുമല്ലോ, ഈ നിങ്ങൾ അടിക്കുന്നത് ഇടിക്കൊള്ളുന്ന റിയാക്ഷൻ ഒക്കെ ചോദിക്കും. ചതുരത്തിൽ വരുമ്പോൾ അത്രയധികം ഫിസിക്കലി അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ സെലേന എന്ന് പറഞ്ഞ ക്യാരക്ടർ. അലൻസിയർ അടിക്കുന്നത്, ചവിട്ടുന്നത് ഒക്കെ ഉണ്ട്. എനിക്ക് അതിന്റെ ചിത്രീകരണത്തെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. ഈ ടൈമിൽ ഈ റിയാക്ഷൻസേ, ഇതിൽ പെയിനും കൺവേ ആവുന്ന ആളുകൾക്ക് ഈ റിയാക്ഷൻസും കിട്ടണം. അത് അത്ര എളുപ്പമായിരുന്നോ? ഞാനിങ്ങനെ ആദ്യത്തെ 1-2 പ്രാവശ്യം അലൻ ചേട്ടൻ ഭയങ്കര പതുക്കെയാണ് അടിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കുറച്ചുകൂടി ആ ഒരു ശക്തി കൂട്ടിയാലും കുഴപ്പമില്ല, നമുക്കത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അലൻ ചേട്ടൻ അത് സ്ട്രോങ് ആയിട്ട് പിടിക്കാനും ഇടിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ആ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പില്ലോ വെച്ചിട്ടുണ്ട്. അപ്പൊ അലൻ ചേട്ടൻ ആ പില്ലോ വെച്ച ധൈര്യത്തിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് അടിച്ചു. അപ്പൊ അങ്ങനെ നമ്മള് 2 ആർട്ടിസ്റ്റുകളും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു ഗിവ് ആൻഡ് ടേക്കിലാണ് അത് സംഭവിക്കുള്ളൂ. അപ്പൊ എന്റെ ക്ലോസ് വെക്കുമ്പോൾ സത്യത്തിൽ അലൻ ചേട്ടൻ അടിക്കുന്നില്ല. അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ഒരു ടൈമിങ് നമ്മുടെ മനസ്സിൽ ആ ഒരു കിക്കിന്റെ ഒരു ടൈമിങ് ഉണ്ടാവുമല്ലോ, അപ്പൊ അത് വെച്ചിട്ട് ഞാൻ റിയാക്ട് ചെയ്തു. കാരണം തൊട്ട് മുന്നത്തെ ഷോട്ട് കിക്ക് ചെയ്തുകൊണ്ടുള്ള ഷോട്ട് എടുത്തു. അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലാവും അലൻജേന്റെ സ്പീഡ് എത്രത്തോളം ഉണ്ട്, ഒരു കാല് വന്ന് തിരിച്ചു പോകാനുള്ള ഒരു സ്പീഡൊക്കെ അങ്ങനെയൊക്കെ ചെറുതായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ ഡയറക്ടർ എന്തായാലും ഒരു ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ടാവും, യെസ് പോസ് യെസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്തപ്പം അങ്ങനെ വന്നതാണ്. പാടാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് പാടാണ്. ആ പറഞ്ഞ പോലെ ഒരാൾ ചവിട്ടാതെ ആ ഒരു പെയിൻ കൊണ്ടുവരാന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാനിങ്ങനെ കുറച്ചു നേരം ആ സീനിന് മുമ്പ് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കും. അപ്പൊ നമ്മൾ ബെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചുമന്ന് വന്നിട്ട് മൂക്കുന്നൊക്കെ വെള്ളം വരും. അത്രയും നമ്മളിങ്ങനെ ഒരു കുറച്ച് സെക്കൻഡ് ശ്വാസം അടക്കി വെക്കണം. എന്നിട്ടാണ് നിവർന്നിട്ട് ഉടനെ കിടക്കുന്നത്. അപ്പൊ മുഖം ഇങ്ങനെ ചുമന്നിരിക്കും. അപ്പൊ ഓൾറെഡി ഒരു ക്ലോസ് വെക്കുമ്പോൾ അടി കൊണ്ട് വേദനിച്ച ചുമപ്പ് കറക്റ്റ് ആയിട്ട് വരും. അങ്ങനെ കുറച്ച് ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചത് മാത്രം. ശ്വാസിക നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സിനിമയിൽ വരുന്ന നടിയാണെന്ന് പറയുമ്പോൾ ഭയങ്കര ശാലീന സൗന്ദര്യമുള്ള, ഇതിനൊക്കെ ഒരുപാട് മാറിയെന്ന് പറയുന്നത് ചതുരൊക്കെ വരുമ്പോഴത്തേക്കും. ശരിക്കും ഈ സിനിമ ഒരു കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ കൂടി ആയിരുന്നില്ലേ സിനിമയുടെ ഭാഗമാവുന്നതും എനിക്ക് സ്വാസികയ്ക്ക്? തീർച്ചയായിട്ടും അതെ. ഓരോ കാലഘട്ടത്തിലും ഹ്യൂമൻ ബീങ് കൂടെ അതെ ഓരോ സമയത്തും ഓരോ സിനിമകൾ വരുമ്പോഴും ഓരോ സിനിമ ആൾക്കാർ സമീപിക്കുന്നത്. ഇപ്പൊ ഞാൻ സിനിമ ആഗ്രഹിച്ച സമയത്ത് ഒരു നായിക സങ്കല്പം ഉണ്ടായിരുന്നു. അതെ ശോഭന, ഉർവശി, അങ്ങനെ ഒത്തിരി പേര്. ഒരു നായിക സങ്കല്പം അല്ലെങ്കിൽ നായികമാർ ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ സിനിമയിൽ. വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു ഇത് എന്താ അവര് മോശം. ഇപ്പൊ ഞാൻ ചതുരത്തിൽ പറഞ്ഞ തെറിയൊന്നും പണ്ടത്തെ നായികമാർ പറയില്ല, കാരണം അത് പറയാൻ പാടില്ല. നായിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു നായികമാരെ കണ്ട് പിന്നെ സിനിമ മാറുന്തോറും നമ്മളുടെ സൊസൈറ്റിയിലുള്ള പല സ്ത്രീകളെയും റിഫ്ലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് വരുന്നു. അതും നമ്മൾ കാണണം എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് വരുന്നു. അങ്ങനെ മൊത്തത്തിലെല്ലാം ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു, അഭിനയിക്കുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറുന്നു, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചും അതും നല്ലൊരു ലേണിംഗ് പ്രോസസ്സ് തന്നെയായിരുന്നു. കാരണം ഞാനിപ്പോ വന്നിട്ട് ഒരു 12 years ആയി. അപ്പം കുറേ കാലത്തെ ആൾക്കാരുടെ മാറ്റങ്ങളും എനിക്കും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനും എനിക്ക് ആ മാറ്റം കൊണ്ടുവരാനും ഒരു ഇത്. മറ്റേ നമ്മളെപ്പോഴും നായിക എന്ന് പറയുമ്പോൾ ഇങ്ങനെ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ നായികയുള്ള സമയത്ത് ഈ ഇങ്ങനത്തെ ഒരു നായിക വന്നാൽ അത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യില്ല, അപ്പൊ ഞാൻ വേണ്ട, ഞാൻ ചെയ്യില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഏതൊരു ക്യാരക്ടർ വന്നാലും നമ്മൾ മറ്റു കാര്യം ചിന്തിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന കറന്റ് സിറ്റുവേഷൻ ഇത് മാച്ച് ആണോ എന്നുള്ളത് മാത്രമേ നോക്കുള്ളൂ. അതിൽ ബെസ്റ്റ് കൊടുക്കുക. അതെ, ബെസ്റ്റ് കൊടുക്കുക. ആൻഡ് ഇപ്പോ എല്ലാവരും എല്ലാ സിനിമകളും കാണുന്ന ആൾക്കാരായി. പണ്ടത്തെ പോലെയല്ല, എല്ലാ ലാംഗ്വേജ് സിനിമകളും OTT വന്നുകൊണ്ട് അങ്ങനെ കുറെ ഗുണമുണ്ടായി. ഇന്റർനാഷണൽ മൂവീസ് ഒക്കെ കാണുന്നത് കൊണ്ട് നമ്മൾ ഏത് ക്യാരക്ടർ എടുത്താലും അതിൽ എന്തെങ്കിലും ഒരു ശരി അവർക്ക് പറയാനുണ്ടാവും ആൾക്കാർക്ക് കാണുമ്പോൾ. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി ഫ്രീഡം കിട്ടിയിട്ടുണ്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. ഒരു പേടിയില്ല പണ്ടത്തെ പോലെ. ഇപ്പോൾ കമൽ സാറിന്റെ സിനിമയുടെ ലൊക്കേഷനിലാണ് ഈ ടൈമിലെല്ലാം വർക്ക് ചെയ്യുന്നത്. ഒരു ക്രാഫ്റ്റ് മാൻ ഇത്ര കാലമായിട്ട് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. മറ്റു ലൊക്കേഷനുകളിൽ നിന്ന് ഈ കമൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മെമ്മറി എങ്ങനെയായിരിക്കും? ഞാനിപ്പോ പറയുകയാണെങ്കിൽ കമൽ സാറിന്റെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ മേ ബി സത്യൻ സാറും ജോഷ് സാറും ഒക്കെ അങ്ങനെയായിരിക്കും. ഡയറക്ടേഴ്സിന്റെ ആക്ടേഴ്സ് ആയിട്ട് മാറുക എന്നുള്ളതാണ് അവരുടെ ഒരു അല്ലെങ്കിൽ അവർ നമ്മളെ അങ്ങനെ ആക്കും എന്നാണ് ഉർവശി ചേച്ചിയും സീമ ചേച്ചിയും അംബിക ചേച്ചിയും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഡയറക്ടേഴ്സ് ആക്ടേഴ്സ് ആവുക നമ്മള്.
അപ്പോൾ ഡയറക്ടർക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം വിഷൻ ഉണ്ടാവും, ഈ ക്യാരക്ടർ ഇങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ ബോഡി ലാംഗ്വേജ് ഉണ്ടാവണം, ഈ മേക്കപ്പ്, ഈ ഡയലോഗ് ഡെലിവറി ഇങ്ങനെയായിരിക്കണം, എല്ലാം അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളെന്ന രീതിയിൽ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ മാറ്റി നിർത്താം, എന്നെ പോലുള്ള ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ആ ഡയറക്ടർ പറയുന്നത് എന്താണോ അത് വളരെ ശ്രദ്ധിച്ച് കേട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കറക്റ്റായിട്ട് എത്തും. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെയും ഈ പറഞ്ഞ പോലെ സ്വാസിക ആയിട്ട് ചിലപ്പോൾ കയറി വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അത്രയും എക്സ്പീരിയൻസ്ഡ് അല്ലല്ലോ. സ്വാസിക വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത ഒരു ബോഡി ലാംഗ്വേജ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ കമൽ സാറിനെ പോലുള്ള ഒരു ഡയറക്ടറിന്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും സാറാണ് പറഞ്ഞു തരും കറക്റ്റായിട്ട്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സിദ്ധുവേട്ടന്റെ ഒരു വർക്കിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സ്ക്രിപ്റ്റ് തന്നിട്ട് ഓക്കെ നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കും. മാറി നിന്നിട്ട് നമ്മള് 3 പേരും അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ചെയ്തിട്ട് അതിൽ നിന്ന് കട്ട് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ആഡ് ഓൺ ചെയ്യുക. അതായിരുന്നു സിദ്ധുവേട്ടന്റെ പാറ്റേൺ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് എല്ലാം അങ്ങനത്തെ ഒരു ഫ്രീഡം ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാരക്ടറിന്റെ രൂപത്തിലേക്ക് എത്തും. ടോട്ടലി സ്വഭാവം എല്ലാവർക്കും കൃത്യമായിട്ട്. അതെ. അപ്പോൾ ഇപ്പൊ ഞാൻ എന്റെ ഫ്രെയിമിൽ ഞാനും ഉണ്ട്, ഗ്രേസും ഉണ്ട്, മെറീനയും ഉണ്ട്. അപ്പൊ നമ്മൾ 3 പെൺകുട്ടികളും ഒരേ സിറ്റുവേഷനാണ് റിയാക്ട് ചെയ്യുന്നത്. താങ്കൾ വീഴുന്നു, അതിനാണ് ഞങ്ങൾ 3 പേരും റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളിൽ 3 പേരും 3 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്, നമ്മളുടെ പേഴ്സണാലിറ്റീസ് ഒക്കെ വേറെയാണ്. പക്ഷെ ഒരാള് പറഞ്ഞു തരാൻ ഇല്ലെങ്കിൽ ചിലപ്പോ ഞങ്ങൾ 3 പേരും ഒരേപോലെ ഒരാൾ വീഴുമ്പോ അയ്യോ എന്ന് നമ്മൾ പറയും. അപ്പൊ സാറ് കൃത്യമായിട്ട് അല്ല മെറീന ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, സിത്താര ഇങ്ങനെ വേണം, ഗ്രേസ് ഇങ്ങനെയാണ്, അത് സാറ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തൊക്കെ തരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. കാരണം നമുക്ക് രണ്ടും വേണമല്ലോ. നമ്മൾ സ്വന്തമായിട്ടും ചെയ്യാനുള്ള ഒരു കാര്യവും നമുക്ക് ആരെങ്കിലും തരുവാണെങ്കിൽ അതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരാളുടെ അണ്ടറിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡിസിപ്ലിൻ എങ്ങനെയാന്നുള്ളത്, അതായത് കേട്ട് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്നൊരു പ്രോസസ്സ്, അതും നല്ലതാണ്. അപ്പം കമൽ സാറിൻ്റെ ലൊക്കേഷനിൽ നമ്മൾ ശരിക്കും ആ ഡയറക്ടറിൻ്റെ ആക്ടേഴ്സായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും നമ്മുടെ കൺഫ്യൂഷൻസ് കുറേയൊക്കെ മാറും. പല കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവും. ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഫ്രെയിമിൽ ശരിയാവും. അപ്പം ഞങ്ങൾ അങ്ങോട്ട് അയ്യോ നമ്മൾ ഇങ്ങനെയല്ലോ നിന്നത്, അപ്പം ഞാൻ ഇപ്പം നിന്നാൽ ശരിയാവുമോ? അപ്പം സാറ് പറയും ഞാൻ എല്ലാം ശരിയാക്കാം, ഞാൻ പറയുന്ന പോലെ നിന്നോളൂ എന്ന് പറയും. പക്ഷെ ഡബ് ചെയ്ത് വന്നപ്പോൾ കറക്റ്റാണ്, ഒരു രീതിയിലും അതൊരു വേറെ എവിടെയോ എടുത്ത പോലെ തോന്നുന്നേ ഇല്ല. അപ്പം അതാണ് ആ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കുറെ നല്ല നല്ല മൊമെന്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതൊരു നല്ല ഒരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു. ആൻഡ് അങ്ങനെയുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതും നമ്മുടെ കരിയറിന് കുറെ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡിസിപ്ലിൻ, കറക്റ്റ് സമയത്ത് ഡയലോഗ് കറക്റ്റ് ആയിട്ട് പഠിച്ച് പറയാ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇപ്പൊ ഫ്രണ്ട് സർക്കിളുള്ള ഡയറക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ കൈ തന്നിട്ട് ചേട്ടാ ഡബ് അങ്ങനെയൊക്കെ പറയും നമ്മള്. ഇവിടെ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് ഡയലോഗ് പറയാ. പറയുന്നത് ഇങ്ങനെ ചില ഡയലോഗ്സ് വിഴുങ്ങൽ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ. അങ്ങനെ വിഴുങ്ങാനൊന്നും പാടില്ല, കറക്റ്റ് ആയിട്ട് അത് പറയാ, ആ ഇമോഷൻ നന്നായിട്ട് തന്നെ കൺവേ ചെയ്യാ. അപ്പൊ സാറ് പറയും വേണ്ട ഇത്രയും ലൗഡ് ആവണ്ട, നമുക്ക് കുറച്ച് കുറയ്ക്കാം എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ പറയും. അപ്പൊ അങ്ങനെ ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഒരു അഭിനയം, ഒരു ക്യാരക്ടറിനെ, ഒരു സ്ക്രിപ്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ആൻഡ് സമയത്തിന്റെ സാറ് ഭയങ്കര സ്പീഡായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും ഇത്രയും സ്പീഡിൽ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യുക. ഇത് കഴിഞ്ഞ് ഇവിടെ ഇത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അടുത്ത സാറിന് അപ്പോൾ ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ ഒരു ഡിലേ വന്നിട്ട് എന്നാൽ ഞാൻ കുറച്ചേരം വിശ്രമിച്ചിട്ട് ആലോചിക്കട്ടെ, അങ്ങനെയല്ല. ഫുള്ളി സാർ പ്ലാൻഡ് ആണ്. ഇവിടെ ഇത് നടന്നില്ലെങ്കിൽ അടുത്ത ലൊക്കേഷനിൽ എന്ത് നമുക്ക് ചെയ്യണം, അങ്ങനെ പ്ലാൻ ബി എപ്പോഴും ഉണ്ട്. ഓടി നടന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെയാണ് നമ്മളൊരു ഡിസിപ്ലിൻ ആയിട്ട് നിൽക്കലും ആ ടൈമിങ്ങിൽ ഒരു കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ഒരാളുടെ ആ പാഷനൊക്കെ നമ്മൾ കണ്ടിങ്ങനെ എല്ലാവരും ഞങ്ങളുടെ സെറ്റിൽ എല്ലാവരും കമൽ സാറിന്റെ സെറ്റ് ഇത്ര സ്പീഡാണോ? നമ്മുടെ യങ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ വരെ സെറ്റ് കുറച്ച് ഉറക്കം തൂങ്ങിയായിരിക്കും ഇരിക്കുക, പക്ഷെ ഇത് ഭയങ്കര ഫുൾ എനർജി ആയിരിക്കും. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ സീരിയലിലാണല്ലോ ഭയങ്കരമായിട്ടുള്ളൊരു സീരിയലിലാണ് ഭയങ്കരമായിട്ടുള്ള ഒരു പോപ്പുലാരിറ്റി സ്വാസികയ്ക്ക് ആദ്യം കിട്ടുന്നത്. അവിടെ വീണ്ടും സിനിമയിലോട്ട് വരുന്നു. പതിയെ സിനിമയിലും ഈ പറഞ്ഞ പോപ്പുലാരിറ്റി ആളുകളിലോട്ട് എത്തുന്നു. ഈ ഒരു ട്രാൻസിഷൻ സീരിയൽ ടു സിനിമ ഇതിൽ ഈ പറഞ്ഞ പ്രോസസ്സ് എല്ലാത്തിലും മാറ്റങ്ങളുണ്ട്. സ്വാസിക ആസ് ആൻ ആക്ട്രസ് ഇതിനെങ്ങനെ ഇപ്പൊ കാണുന്നത്? ആ പ്രോസസ്സിന് അഡാപ്റ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നോ?
ഓൾറെഡി സിനിമയിൽ നിന്നാണല്ലോ അങ്ങോട്ടേക്ക് ആണ് പോകുന്നത്. അങ്ങനെയാണ് പോയത്. പക്ഷെ ഈ പറഞ്ഞ അത് എനിക്ക് തോന്നുന്നു ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ഇങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും സീരിയൽ ആക്ടേഴ്സിന്, സിനിമ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവർ ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ സീരിയൽ ആക്ടേഴ്സ് ആണെങ്കിലും വരുമ്പോൾ ഒരു ടെംപ്ലേറ്റിൽ ഒതുങ്ങി നിൽക്കാറുണ്ട്. ഉണ്ട്. പക്ഷെ സ്വാസിയുടെ കാര്യത്തിൽ അങ്ങനെ ഇല്ല, കുറച്ചുകൂടെ ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്നു. അതുണ്ട്. അതൊരു ലക്ക് ഫാക്ടർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്നോട് ഒരുപാട് പേര് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചു അറിയില്ല, അതിന്റെ റീസൺ അറിയില്ല. പക്ഷെ എന്തോ ഒരു ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ സീരിയലിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിനിമകളിൽ പല പല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. പക്ഷെ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഡയറക്ടേഴ്സ് പറയുന്നത് സീരിയലിൽ അഭിനയിക്കുന്നവരെ നമ്മൾ സിനിമയിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അല്ലെങ്കിൽ അവർക്കത് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു മുൻവിധി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീരിയൽ എന്ന് പറയുമ്പോൾ അതിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മളൊരാൾ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഡയറക്ടർ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്. നമ്മുടെ ആ ട്യൂൺ ഒരു സ്ക്രൂ ഇപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ചെയ്യാൻ അയാൾ തയ്യാറാണെങ്കിൽ നമുക്കത് മാറാൻ പറ്റും. അല്ലാണ്ട് ഞങ്ങൾ സീരിയൽ ആക്ടേഴ്സ് അത് മാത്രമേ ആ ടെമ്പോ മാത്രമേ പിടിച്ചു അഭിനയിക്കൂ, അങ്ങനെ ഇല്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അവസരമാണ് കിട്ടാത്തത്. പലരും പറയുന്നത് അവർ സീരിയലിലാണ് ആ സ്ലോ പേസിൽ, അത് സീരിയലിന്റെ പാറ്റേൺ ആണ്. നമുക്കൊരു എപ്പിസോഡ് ഇത്ര നേടണമെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ ഡയലോഗ്സ് പറയണം. ഞാൻ ഇവിടുന്ന് നടന്ന് 5 സ്റ്റെപ്പ് നടന്ന് മുന്നോട്ട് വന്നിട്ട് ഒരു ഡയലോഗ് പറയൂ, അത് അതിന്റെ പാറ്റേൺ ആണ്. അത് ഇവിടെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞ് നമ്മളത് ചെയ്യും. പക്ഷെ അത് പലരും പറയുന്ന ഇല്ല അത് പറ്റില്ല, അവരെ കൊണ്ട് അത് പറ്റില്ല, അങ്ങനെ അതെനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പം ഒത്തിരി സീരിയലിൽ അഭിനയിക്കുന്ന ഒത്തിരി നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് ബീന ആന്റണി, ബീന ചേച്ചിക്കൊക്കെ ഒത്തിരി നല്ല ക്യാരക്ടേഴ്സ് സിനിമയിൽ ചെയ്യാം. പക്ഷെ പലപ്പോഴും അത് ഇങ്ങനെ ഒരു മുൻവിധിയിൽ അങ്ങനെ ഒതുങ്ങി പോവാണ്. അപ്പൊ എന്റെ കാര്യത്തിൽ എന്തോ ഒരു ദൈവം അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് ഈ സ്വിച്ച് ചെയ്യാൻ നിങ്ങൾ ചോദിക്കുന്ന പോലത്തെ ഒരു പാടുമില്ല. അതൊരു ഡയറക്ടർ ഇപ്പൊ താങ്കൾ എന്നെ വന്ന് ഡയറക്ട് ചെയ്തിട്ട് പറയാണ് ഇതാണ് വേണ്ടത് എന്ന് കറക്റ്റ് ആയിട്ട്. മേ ബി ആദ്യത്തെ ഒരു ദിവസം നമുക്ക് ആ പഴയ ട്യൂൺ അവിടെ കിടക്കുന്നതുകൊണ്ട് ഒന്ന് ഇതായിരിക്കും. ഇപ്പൊ സിദ്ധുവേട്ടനോട് ചോദിച്ചാലൊക്കെ അറിയാം, സിദ്ധുവേട്ടനൊക്കെ അത് കുറെ സീരിയൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ആവും. അപ്പൊ ആ ഒരു ക്ഷമ ഒരു ഡയറക്ടർ കാണിച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് സ്വിച്ച് മാറും. പക്ഷെ അത് എനിക്ക് താങ്ക് ഗോഡ് അങ്ങനെ എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെ വന്നു. അതുകൊണ്ടാണ് എനിക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. എന്തായാലും വിവേകാനന്ദനും വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പൊ എല്ലാരും വിവേകാനന്ദൻ വൈറലാണ്, ആ പേര് പോലെ തന്നെ വൈറലാക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശരി, താങ്ക് യു. താങ്ക് യു.